Idam powered by Josco Jewelers 2012. An Ode to Motherhood എന്ന റൗണ്ടിലാണ് നമ്മുടെ മത്സരാർത്ഥികൾ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുഖവുരയിൽ പറയേണ്ടായി, ലോകമെമ്പാടുമുള്ള നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് ഈ എപ്പിസോഡ്, അല്ലെങ്കിൽ ഈ ഹോൾ റൗണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ റൗണ്ടിലെ അടുത്ത കണ്ടസ്റ്റന്റിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ദീപു. ദീപു ഗന്ധർവ സംഗീതത്തിലെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായിട്ട് ദീപു പാടാൻ പോകുന്നത് മദർഹുഡ് റൗണ്ടിലാണ്. ദീപു പാടാൻ പോകുന്ന പാട്ട് എനിക്ക് എൻ്റെ മനസ്സിനോട് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള പാട്ടാണ്. ബൈ ദ വേ, ദീപു പാടുന്നത് നമ്മൾ എന്ന ചിത്രത്തിലെ എന്നമ്മയെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആണ്. അപ്പോൾ ഈ പാട്ട് ഒന്നാമത് നമ്മൾ എന്ന് പറയുന്ന പടം എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഫസ്റ്റ് ബ്രേക്ക് കിട്ടിയ പടമാണ്. അത് മാത്രമല്ല, ഈ പാട്ട് ഞങ്ങൾ പടം തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ഇപ്പൊ ബാക്കി എല്ലാവരും അതിന് പുതിയ വോയിസസ് ആണല്ലോ പാടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പാട്ട് വന്ന് ദാസറിന്റെ ശബ്ദം തിയേറ്ററിൽ കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇതായിപ്പോയി. ശരിക്കും അതായിരുന്നു നമ്മുടെ ഒരു റിയാക്ഷൻ. അദ്ദേഹത്തിന്റെ ശബ്ദം പെട്ടെന്ന് വരും. അപ്പോഴാണ് ദാസറിന് എന്താ പറയാ, ആ ഒരു സ്ഥാനം പിടിക്കാനായിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ ശരിക്കും ഈ പാട്ടിനോട് എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദീപു അത് പാടാൻ പോകുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ദീപിന് എന്തായാലും നന്നായിട്ട് പാടാൻ പറ്റട്ടെ. എന്തായാലും മദർഹുഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മയെക്കുറിച്ചുള്ള പാട്ടുകളാണ്. അപ്പോൾ മലയാളത്തിലും ഒരുപാട് ലാംഗ്വേജസിലും പാട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? എനിക്ക് അമ്മയോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്, എല്ലാവർക്കും ഉള്ളത് പോലെ. പിന്നെ കുറേ പാട്ടുകൾ കൊടുത്തു, ബെസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് കൊടുത്തത്. ഈ പാട്ടാകുമ്പോൾ ഒരു സെർച്ചിങ് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടാൻ പറ്റിട്ട് ദീപുവിന് നല്ല മാർക്സ് കിട്ടിട്ട്. ഓൾ ദി ബെസ്റ്റ്. ഏത് പാട്ടാ സെലക്ട് ചെയ്തിരിക്കണേ? ഈ ചിത്രത്തിലെ എന്നമ്മേ ഒന്ന് കാണാൻ. ഈ റൗണ്ടിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ടല്ലേ? അതെ. ദീപു എന്താ ചെയ്യണേ? മ്യൂസിക് കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്നു അല്ലെ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് ഗംഭീരമായിട്ട് പാടും. ഓക്കെ. എത്ര നാളായി ഞാൻ കുറിച്ചു ഈ മടിയിൽ വീണൂറങ്ങാൻ, എത്ര രാവിലെ ഞാൻ നിലച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകും ഒരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ, എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണോറങ്ങാൻ, എത്ര രാവിലെ ഞാൻ നിലച്ചു. എനിക്ക് തരാൻ ഇനിയുണ്ടോ കൊടുകൂടെ ചിരിക്കുന്ന പൊൻപാവ? വിശക്കുമ്പോൾ പകരാമോ കൈക്കലം തൂന്ന തൂവെന്ന? എനിക്കെന്റെ ബാല്യനിധി വേണം, എനിക്കെന്റെ സ്നേഹനിധി വേണം. എന്നമ്മേ ഒന്നു കാണാൻ, എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണോറങ്ങാൻ, എത്ര രാവിലെ ഞാൻ നിലച്ചു.
പകൽ മഴയിൽ നനയുന്നു പരലായി തുടിക്കുന്നൊരിടമനസ് തുഴയാതെ തുഴയുന്നു വാത്സല്യക്കടലിലെ പൂക്കൊതുമ്പ് ഇനി എന്തു വേലമറിയില്ലല്ലോ ഇനി എന്തു മോഹമറിയില്ലല്ലോ വെറുതെ പറന്നു പോയിനത് ഒന്നും കാണാൻ എത്ര നാളായി ഞാൻ കുറിച്ചു ഈ മടിയിൽ വീണുറങ്ങിനാൻ എത്ര രായി ഞാൻ നിലച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൊരു താരാട്ട് അമ്മേ ഒന്നും കാണാൻ എത്ര നാളായി ഞാൻ കുറിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രായി ഞാൻ നിലച്ചു എത്ര രായി ഞാൻ നിലച്ചു. ദീപു, പാട്ട് ഇഷ്ടപ്പെട്ടോ? ഗ്രൂമിങ്ങിന്റെ സമയത്തൊക്കെ പാടിയ പോലെ തന്നെ പാടാൻ കഴിഞ്ഞോ? ഏറെക്കുറെ പാടാൻ പറ്റി. പാടാൻ പറ്റിയില്ല. എന്താണ് ചെയർ ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് ദീപു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പാട്ടിന്റെ അഭിപ്രായം ജഡ്ജസിനോട് ചോദിക്കാം. നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ശൈലജ മാമിനോട് തന്നെ ആദ്യം ചോദിക്കാമേ. ശൈലജ മാം, ഞാൻ ഒന്ന് വരട്ടെ? വന്നോളൂ. വരലമ്മ, പിന്നെന്താ, വാങ്ങ, ധൈര്യമാ വാങ്ങ, സന്തോഷം. ദീപു, வருத்தப்பட வேண்டாம். நீ எந்த புள்ள. எனக்கு ஸ்ரீகரன் ஒரு பையன் இருக்கா. இப்போ எனக்கு 2வது பையன் தீபு. அப்படியே எல்லா அம்மைகள் இங்க இருக்காங்க. அவங்களுக்கெல்லாம் நீங்க ஒரு புள்ளதான் இல்லையா? பெத்தாலும் மட்டும் அம்மா இல்லை, அடாப்ட் பண்ணாலும் அம்மா தான். அம்மா எப்பவும் அம்மா தான். அந்த அம்மா அங்க இல்ல, இங்க இருக்காங்க, இங்க இருக்காங்க. நாங்க எல்லாம் உங்க சைட்ல இருக்கோம், உங்களுக்காக நாங்க இங்க இருக்கோம். வருத்தப்படாதீங்க. நீங்க பாடின பாட்டு அம்மாவுக்கு போய் சேரும். அங்கிருந்து அம்மா வந்து உங்களுக்கு நிறைய நிறைய ஆசீர்வாதங்கள் அனுப்புவாங்க. அப்போ எனக்கு சொல்லியிருக்காங்க, ஏன் புள்ளக்காக நீ கூட ஒரு லல்லபி பாடு அப்படின்னு சொல்லியிருக்காங்க. இப்போ நான் வந்து உங்களுக்காக ஒரு பாட்டு பாடுறேன். ஓகே. லாலி 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 वटपत्रशायी वरहाललालि राजीवनेत्रुनिकी रतनाललालि मुरिपाल कृष्णुनिकी मुरिपाल कृष्णुनिकी मुत्याललालि जगमेलु स्वामिकी पगडाल लाली वटपत्रशायी वरहाललालि राजीवनेत्रुनिकी रतनाललालि लाली 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 लाली. இந்த மேடையில தீபு இன்னைக்கு வந்து எல்லா அம்மாக்களுக்கு எனக்கும் ஒரு gift கொடுக்கணும். என்ன എന്ത് ഗിഫ്റ്റാ മാം? சொல்லட்டுமா? இனிமே தீபு எதுக்கும் அழக்கூடாது, எதுக்கும் அழக்கூடாது. எப்படி இருந்தாலும் எனக்கு ஃபோன் பண்ணலாம், அம்மாவுக்கு ஃபோன் பண்ணலாம், எப்படி இருந்தாலும் ஷேர் பண்ணிக்கலாம். நாங்கள் எல்லாம் உங்கள் பின்னாடி இருக்கோம். ஆல் தி பெஸ்ட். யூ ஹேவ் எ பியூட்டிஃபுல் கிரேட் ஃபியூச்சர் அஹெட். டோன்ட் வரி.
ദീപു, നമുക്കിനി മാർക്സ് എത്രയാണെന്ന് ചോദിക്കാം. ദീപു ചേട്ടാ, പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? പാട്ടിനെ പറ്റി ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഒരു പാട്ടിന്റെ സക്സസ് എന്ന് പറയുന്നത് പാട്ട് നെഞ്ചിൽ തറയ്ക്കുമ്പോഴാണ്. അത് ദീപു പാടിയപ്പം ശരിക്കും ടച്ച് ചെയ്ത് തന്നെ. നമ്മളെല്ലാ കണ്ടസ്റ്റൻസിനോടും പറയുന്നൊരു കാര്യമുണ്ട്, അർത്ഥം മനസ്സിലാക്കി മനസ്സിൽ കൊണ്ട് അതിന്റെ ഇമോഷൻ പുറത്തോട്ടേക്ക് തരാൻ പാടുന്ന സമയത്ത് അത് ശരിക്കും 100% ദീപു മനസ്സിൽ കൊണ്ട് തന്നെയാണ് പാടിയത്. പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് മാത്രമല്ല, ഇത് കാണുന്നത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ പാട്ടിന്റെ കാര്യത്തിൽ എനിക്കൊന്നും തന്നെ നെഗറ്റീവായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു ശൈലജ മാം വന്ന് പറഞ്ഞൊരു കാര്യം ശരിക്കും ടച്ച് ചെയ്തു. ഞാൻ ദീപു പാടുന്ന സമയത്ത് തന്നെ എനിക്ക് സ്വയം ഇത് എനിക്ക് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇത് എനിക്ക് എന്നല്ല, ഇത് എല്ലാവർക്കും തന്നെ തോന്നും, മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എ റിയാലിറ്റി വിച്ച് ഇസ് ഓഫൺ നോട്ട് ടോൾഡ്. ആ ഡയസ് എന്ന് പറയുന്നത് അമ്മമാർക്ക് ഇരിക്കാനുള്ളതാണ്. അമ്മമാർ മക്കൾ പാടുന്ന സമയത്ത് അവിടെ ഇരുന്നാണ് കാണുന്നത്. പക്ഷേ ഈ പാട്ട് ദീപു പാടുന്ന സമയത്ത് ദീപുയുടെ അമ്മ അവിടെ മിസ്സിംഗ് ആയിരുന്നു. കാരണം അവിടെയല്ല, വേറൊരു അമ്മയ്ക്കും കയറാൻ പറ്റാത്തൊരു സ്ഥലത്ത് ദീപു ഒരു തൊട്ടടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പാടുന്ന സമയത്ത്. അതിന്റെ ഒരു എഫക്റ്റാണ് ദീപുവിന്റെ പാട്ടിൽ നമുക്കെല്ലാവർക്കും കിട്ടിയത്. ആ ഒരു അനുഗ്രഹം അത് ഡയറക്റ്റ് സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡോണ്ട് വറി, യു ആർ ജസ്റ്റ് ഫാന്റാസ്റ്റിക്. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേട്ടാ. ഓക്കെ ബച്ചൻ സർ. ദീപു, ലെറ്റ് us be cool. അല്ലേ? നന്നായിട്ട് പാടി ദീപു, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഡൺ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. ஷைலஜா மேம், ஆல்ரெடி தீபு வந்து எமோஷனல் சாங்ஸ் எல்லாம் சூப்பராக பாடுவாங்க. இது வந்து அதுக்கு மேலே அவ்வளோதான். எக்ஸ்பிரஷன் கொடுக்கறதுல தீபு எக்ஸ்பர்ட். இது பற்றி சொல்கிறதுக்கு ஒன்றும் இல்லை, எங்கே தப்பு இருக்குது அப்படின்னு இல்லை. ரொம்ப நல்லா அழகாக ரசிச்சுட்டு பாடியிருக்காங்க அந்த பாட்டு. எனக்கு ரொம்ப பிடிச்சிருந்தது தீபு. ஆல் தி பெஸ்ட். താങ്ക് യു മാം. താങ്ക് യു മാം. ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ഡ്യുവറ്റ് റൗണ്ടിൽ പാടിയപ്പോൾ ജഡ്ജസ് കുറച്ച് അത്ര പോസിറ്റീവായ കമൻസ് അല്ല പറഞ്ഞതല്ലേ, പക്ഷേ ഇത്തവണ നല്ല കമൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാർക്സ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഔട്ട് ബച്ചൻ സർ, ഔട്ട് ഓഫ് 30 എത്ര മാർക്കാണ്? 26.5. ഷൈലജ മാം? 26. ദീപക് ചേട്ടാ? 27. 79.5 ഔട്ട് ഓഫ് 90. ഇതുവരെ ഈ റൗണ്ടിൽ നിങ്ങൾ രണ്ടുപേര് പാടിയതിൽ വെച്ച് ഹൈസ്റ്റ്. നമുക്ക് ഇൻവിസിബിൾ ജഡ്ജിന്റെ കമന്റ്സും മാർക്സും കൂടി കേട്ട് നോക്കാം. ദീപു മോനെ, മനോഹരമായിട്ട് പാടി. മോന്റെ അമ്മ ഇപ്പോഴില്ല അല്ലേ? അമ്മയുടെ വേർപാട് ഒരുപാട് അനുഭവിച്ചതാണ് ഞാൻ.